അപ്പോൾ നമ്മൾ ഞണ്ട് കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഞണ്ട് കറി വയ്ക്കുന്നത്. ഈ ഒരു റെസിപ്പി കണ്ടു കഴിഞ്ഞാൽ ഈ കറി വയ്ക്കുന്നത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും ഞണ്ട് കറി വയ്ക്കാം. യഥാർത്ഥത്തിൽ ഞണ്ട് കറി വയ്ക്കുന്ന വളരെ ടേസ്റ്റിയായ കറിയാണ്. ഈ രീതിയാണ് ചെയ്യുന്നത്. ഇതെല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത റെസിപ്പിയായിട്ട് ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു. ഞണ്ട് കറി എങ്ങനെ വെക്കാമെന്നുള്ളത് ഇന്ന് കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ട്. ഒരു 5 ഞണ്ടോളം ഉണ്ട്. അപ്പോൾ നമ്മൾ ഞണ്ട് ക്ലീൻ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ജീവനുള്ള ഞണ്ടാണെങ്കിൽ നമ്മൾ ഇങ്ങനെ പിടിക്കാവൂ. ഇങ്ങനെ കൈ കൊണ്ട് ചെന്നാൽ അത് ഇറക്കും. അപ്പം ഇങ്ങനെ ഓടുന്ന ഞണ്ടായാലും ഇങ്ങനെയാണ് പിടിക്കുന്നത്. ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഇറുത്തെടുക്കണം കാല്. ഇനി കാല് മാറ്റിയതിന് ശേഷം ഇതങ്ങ് എടുത്ത് മാറ്റും. ഈ പൂവെല്ലാം ഇളക്കി മാറ്റും. ഈ ഭാഗമൊക്കെ എടുത്ത് മാറ്റും. എന്നിട്ട് ഈ കാലൊക്കെ എടുത്ത് കളയും. ഇത് കല്ല എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ ഭാഷയിൽ ഇവിടെ പറയുന്നത് കല്ല എന്നാണ്. ഈ ഞണ്ട്, കൊഞ്ച്, കണവ ഇതൊക്കെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കറുത്ത വാവിന് മുമ്പ് വാങ്ങണം, വെളുത്ത വാവ് കഴിഞ്ഞ് വാങ്ങണം. എന്നാലേ അതിന് നല്ല മാംസവും ടേസ്റ്റും ഒക്കെ കാണുള്ളൂ. അതൊരു അച്ചിട്ട് കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ശ്രമിച്ചു നോക്കുക, മേടിച്ച് നോക്കുക. ഇതെല്ലാം വൃത്തിയാക്കി ഇതിൻ്റെ അകത്തിരിക്കുന്ന എല്ലാം എടുത്ത് കളഞ്ഞ്, ഇതിപ്പോൾ മാംസം കുറവാണ്, വെളുത്ത വാവ് അടുപ്പിച്ചായതുകൊണ്ട് ഇന്ന് പിന്നെ കൊണ്ടുവന്നതുകൊണ്ട് ഞാനങ്ങ് വാങ്ങിച്ചെന്നേ ഉള്ളൂ. ഈ വെളുത്ത വാവ് കഴിഞ്ഞ് ഇതിന് ഭയങ്കര വിലയായിരിക്കും. അത് ശ്രദ്ധിച്ചോളണം. എത്ര ഉണ്ടെങ്കിലും വലിയ വിലയായിരിക്കും. ഇനി ഇതുപോലെ ഈ ഞണ്ട് നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്താണ് ഓരോ ഞണ്ടും ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഞണ്ടെല്ലാം ഇവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കറിയാക്കുന്നതിലേക്ക് പോവാം. നമുക്കിതിൽ കറിക്ക് കടുക് വറുക്കുന്നതിനായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, പച്ചമുളകിന് വരെ ഞാൻ എടുത്തിരിക്കുന്ന കാന്താരി മുളകാണ്. അതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഉള്ളി, കുറച്ച് കൊച്ചുള്ളിയാണ് അരിയേണ്ടത്. ഞാൻ ഇവിടെ ഒരു ഇടത്തരം വലിപ്പമുള്ള സവാളയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ തക്കാളി, പിന്നെ ഇതിലേക്ക് കറിവേപ്പില. ഇതിന് നമ്മൾ കടുക് വറുത്ത് അതിലേക്ക് ആക്കാം. ഇപ്പോൾ കടുക് നല്ലപോലെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഉള്ളി ഇട്ട്, സവാള ഇട്ട് ഇനി ഒന്ന് ഇളക്കണം. ഇനി അതിൻ്റെ കൂടെ തന്നെ കാന്താരി മുളകും ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് തന്നെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് തക്കാളി അരിഞ്ഞുകൊണ്ട് വരും. ഇനി ഉള്ളിയൊക്കെ നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. എത്രത്തോളം നല്ലപോലെ വഴണ്ട് വരുന്നു അത്രത്തോളം നന്നായിരിക്കും. അതുപോലെ നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ക്ലീൻ ചെയ്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ ഞണ്ടായതുകൊണ്ടാണ് രണ്ടായിട്ട് കട്ട് ചെയ്യാൻ ഒന്നായിട്ട് തന്നെ ഇട്ടിരിക്കുന്നത്. ഇത് വലിയ ഞണ്ടാണെങ്കിൽ രണ്ടായിട്ട് കട്ട് ചെയ്യാം. എൻ്റെ കൂടെ തക്കാളിയും കൂടെ ഇട്ട് അടച്ച് വേവിക്കാം.
ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി പോരാ, ഇനി നമ്മൾ അരപ്പിനകത്ത് മഞ്ഞൾപ്പൊടി അരയ്ക്കും. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഇതിന് മസ്റ്റാണ്. സാധാരണ ഒരു ഞണ്ട് കറി വയ്ക്കുന്നത് ഇങ്ങനെയാണ്. സാധാരണ എന്ന് പറഞ്ഞാൽ നല്ല കറിയാണിത്. ശരിയായിട്ട് വെക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഞണ്ടിലെ വെള്ളമെല്ലാം ഇറങ്ങി അതിലേക്കൊക്കെ പിടിച്ച് ആവിയിൽ വെന്ത് വീണ്ടും നമ്മൾ അടപ്പ് വെച്ച് അടച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഒരു മുറി തേങ്ങ, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 നുള്ള് ഉലുവാപ്പൊടി, 1 നുള്ള് ചെറിയ ജീരകവും ഇട്ടിട്ടുണ്ട്. പിന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി അതിൽ ഇട്ടിട്ടുണ്ട്. ഞണ്ടിൽ ചേർത്തായിരുന്നു. ഇപ്പം ഇതിനി അരച്ചുകൊണ്ട് വരാം. അരയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ലതുപോലെ അരയണ്ട, മഷി പോലെ അരയണ്ട, ഒരു ചതച്ച പരുവം. എന്നാലും ഒത്തിരി കൂടെ അരയണം. ഇപ്പോൾ ആ ചാനൽ അത് അരച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്കൊക്കെ ഇട്ടിരി. ഞാൻ ഇപ്പോൾ വരാം. ഇപ്പോൾ നമ്മളിവിടെ അടപ്പൊക്കെ മാറ്റി ഞണ്ട് ഇളക്കി കൊടുക്കുകയാണ്. വേണ്ട, നല്ല ആ ഞണ്ടിൻ്റെ വെള്ളം ഇറങ്ങി തീർന്നു. ഭയങ്കര ഒരു മണമാണ് ഇപ്പോൾ വരുന്നത്. ഭയങ്കര ഒരു മണം. അപ്പോൾ ഈ മണം കേട്ട് കഴിഞ്ഞാൽ ആരും ഞണ്ട് പിന്നെ അരപ്പൊന്നും ചേർക്കാൻ നിൽക്കില്ല, പറക്ക് തിന്നാൻ നിന്നേ നോക്കുകയുള്ളൂ. ഇത് നമ്മളിപ്പോൾ അരപ്പ് ചേർക്കേണ്ടത്. ഞാൻ പറഞ്ഞ കണക്ക് ചതച്ച നല്ല മഷി പോലല്ല അരഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഈ പരുവത്തിലാണ് അരഞ്ഞിരിക്കുന്നത്. എന്നാൽ ആ ഞണ്ടിൻ്റെ ഒരു സൈക്കോളജി അതാണ്. ഇന്ന് ഞാൻ 100 രൂപയുടെ ഞണ്ടാണ് മേടിച്ചത്. 5 ഞണ്ട് കിട്ടി. ഈ കൊച്ചു ഞണ്ട്. അപ്പം ഈ സമയം ആയതുകൊണ്ടാണ് ഈ 5 ഞണ്ട് കിട്ടിയത്. അല്ലാതെ കറുത്ത വാവിന് മുമ്പുള്ള സമയമാണ്, അല്ലെ വെളുത്ത വാവ് കഴിഞ്ഞുള്ള സമയമാണെങ്കിൽ നമുക്ക് 200 രൂപ കൊടുക്കണം ഈ 5 ഞണ്ടിന്. ഇപ്പോൾ വില കുറയുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, നമ്മൾ ഞണ്ടും കുഞ്ചും കക്ക അങ്ങനെയൊക്കെ വാങ്ങുമ്പോൾ വെളുത്ത വാവ് കഴിഞ്ഞിട്ടേ വാങ്ങാവൂ. ഞാൻ കായലുവാരത്ത് ജനിച്ചു വളർന്ന ഒരാളായതുകൊണ്ട് എനിക്കിതിൻ്റെയൊക്കെ അറിയാം. വലക്കാരൊക്കെ പറയാം, നമുക്ക് വീട്ടിൽ ഇതൊക്കെ സ്ഥിരം പരിപാടിയായിരുന്നു. ഞങ്ങളെ വീട്ടിൽ തന്നെ പ്രത്യേകം വലയുണ്ടാക്കി ഞണ്ട് പിടുത്തമൊക്കെ ഉണ്ടായിരുന്നു. ആ സമയമാകുമ്പോഴേ ഇറങ്ങുള്ളൂ. ഇനി നമുക്ക് ഒന്നുകൂടെ അടച്ച് വേവിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ അടപ്പ് തുറന്ന് ലേശം പുളി കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. വീണ്ടും അടച്ച് വേവിക്കാം. ഇപ്പം നമ്മളെ ഞണ്ട് കറി പരുവായി ഇരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കണം ഞണ്ട് കറി. ഇങ്ങനെ ഇരിക്കും. കണ്ടോ? ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് ഉപ്പ് നോക്കാം. ഉപ്പും പുളിയൊക്കെ ചേർത്തല്ലേ, അത് ഇനി ഉണ്ടോ, എങ്ങനെയാണ് അതിൻ്റെ പരുവമെന്നൊന്ന് നോക്കണം. കൊള്ളാം, കുഴപ്പമില്ല. നല്ല ഭയങ്കര ടേസ്റ്റിയായ കറിയാണ് ഞണ്ട് കറി. നമ്മൾ ഞണ്ട് കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനിയിപ്പോൾ തീ ഓഫാക്കുകയാണ്.